എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ എല്ലാ CCTV പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഓണക്കൂട്ട് പരിചയപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുള്ളത് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള അഖില ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് ഓണമായിട്ട് വിശേഷങ്ങൾ? ഓണം എന്താ എത്തിക്കഴിഞ്ഞു. വിശേഷങ്ങൾ ഇതപ്പോൾ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷൻ ആണ്. നാളെ പഞ്ചായത്ത് ഓണം. അങ്ങനെ തിരക്കുകളുടെ ഒരു സമയമാണ് ഓണം എന്ന് പറയുമ്പോൾ. ഇന്ന് നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് ഏത് വിഭവമാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? ഇത് നമ്മള് തോരനാണ്, കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. കാബേജ് തോരൻ. അതെ, കാബേജ് തോരൻ നമ്മൾ സ്ഥിരം വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ്. ഇനി അതിൽ ചേച്ചിയുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാബേജ് തോരനാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കുന്നത്? കാബേജ്, അതുപോലെ കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നാളികേരം, പിന്നെ കുറച്ച് കടുക്, അങ്ങനെ ചെറിയ കുറച്ച് ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ജനപ്രതിനിധി കൂടിയ തിരക്കായി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാബേജ് തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഖിലേച്ചി ഉണ്ടാക്കി തരുന്ന തോരൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടെ ചട്ടി ചൂടായിട്ടാണ് എണ്ണ ഒഴിക്കാന്നല്ലേ? ഓക്കെ, ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇന്നാണോ അംഗനവാടിയിൽ പരിപാടി എന്ന് പറഞ്ഞത്? ഇന്നാണ് പരിപാടി. അപ്പൊ അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഓണായിട്ട് ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാനത്തെ കൊല്ലമായതുകൊണ്ട് നമ്മളത്, അല്ലെങ്കിലും ഞങ്ങളുടെ അംഗൻവാടി എന്ന് പറയുന്നത് എല്ലാ കൊല്ലം നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഓണം. ഇക്കൊല്ലം പ്രത്യേകിച്ച് അമ്മമാരുടെ മത്സരങ്ങളും വടംവലി മത്സരം, തിരുവാതിരക്കളി, അങ്ങനെ എല്ലാ ഉത്സവത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ വട്ടം ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ അംഗൻവാടിയിൽ വെച്ചാൽ ഒരു 10-34 കുട്ടികളോളം ഉള്ള ഒരു അംഗൻവാടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ അംഗൻവാടികൾ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 4 അല്ലെങ്കിൽ 5 കുട്ടികൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. നമ്മുടെ അംഗൻവാടി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി. 34 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ അമ്മമാരും കുട്ടികളും ALMC അംഗങ്ങളും ഭരണസമിതി എല്ലാവരും കൂടി ഒരുമിച്ച് ആണ് ഈ വട്ടം ഓണാഘോഷം. വലിയൊരു ഓണാഘോഷം തന്നെയാണ്. ഓണാഘോഷം. നാളെയും ഓണാഘോഷങ്ങളുണ്ട്. നാളെ നമ്മുടെ പഞ്ചായത്തിൽ ഓണാഘോഷമാണ്. ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതുണ്ടായിരുന്നു നമുക്ക് സമയമുള്ള ടൈം ആണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ നേരത്തോട് തിരുമ്പി വെച്ചാൽ നമ്മുടെ ഈ കാബേജിലെ വെള്ളം മുഴുവൻ വാർന്നു കിട്ടും. അപ്പൊ നമ്മൾ അതൊരു ടിപ്പായിരിക്കും എല്ലാ അമ്മമാർക്കും. അപ്പൊ നമുക്ക് എന്റെ വീട്ടിലൊന്നും എന്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്കത് പരട്ടി നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കുകയാണെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ വാർന്ന് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, തോരനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കാബേജ് എപ്പോഴും ഇങ്ങനെ ഒരു വെള്ള നനവോട് വിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളകും ചുവന്നുള്ളി നമുക്കൊന്ന് ചതയ്ക്കാം. ഓക്കെ. ചേച്ചിയുടെ ചെറുപ്പകാലത്തിലുള്ള ഓണമൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പകാലത്തിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോകുക, അത് മാത്രമേ ഓണാഘോഷമുള്ളൂ. എനിക്ക് വെക്കേഷനായി അമ്മയുടെ വീട്ടിൽ പോകുക. വീട്ടിലപ്പോ എത്ര പേരുണ്ടായിരുന്നു? വീട്ടില് ഞാൻ ചെറുപ്പം തൊട്ടേ എന്താ പറയാ, നമ്മള് കൂട്ടുകുടുംബം ഒന്നല്ല. അമ്മ, അച്ഛൻ, ഞാൻ, ഏട്ടൻ, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ വിദേശത്തായിരുന്നു, അമ്മ ടീച്ചറാണ്, സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും മാത്രം. അങ്ങനെയാണ് ഞങ്ങൾ പരമാവധി, ഞങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട പോലെ ആയതുകൊണ്ട് ഞങ്ങൾ പരമാവധി വെക്കേഷൻ ടൈം അമ്മയുടെ വീട്ടിലേക്ക് പോവാന്നുള്ള ഒരു നിലപാട് മാത്രമേ ഓണം ആഘോഷിക്കാറ്. അമ്മയുടെ വീട്ടില് നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടെ വെക്കേഷൻ അവിടെയാണ് ആഘോഷിക്കുക. അമ്മയുടെ വീട്ടിലുള്ള
മറ്റു റിലേറ്റീവ്സ് എല്ലാവരും അവിടെ വീട്ടിൽ വരും. അവിടെ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരാഘോഷമാണ്. അപ്പൊ അമ്മയുടെ വീട്ടിൽ എല്ലാവരും വന്ന് ഒത്തുകൂടി വീണ്ടും അവിടെ അമ്മൂമ്മ, മുത്തച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അവരുടെ കൂടെ വീണ്ടും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഓണക്കളികളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഓണക്കളികളൊന്നുമില്ല, എന്നാലും നമ്മൾ പിള്ളേരെല്ലാവരും ഒത്തുകൂടി അവരുടേതായ രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം അങ്ങനെ ആഘോഷിച്ച് പോവാറുണ്ട്. ചെറിയൊരു ഓണാണെങ്കിലും നല്ല ഭംഗിയില് നല്ല രസത്തിൽ നമ്മളത് ആഘോഷിച്ചുകൊണ്ട് പോവാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ല. അപ്പൊ നമ്മളിപ്പോ ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചു, അതും ഇതിൽ മിക്സ് ചെയ്തു. നമുക്ക് കുറച്ച് നാളികേരം കൂടി ഇടാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു മിക്സാണ് നമ്മള് ഈ കടുക് പൊട്ടിച്ചതിൽ ഇടുന്നത് അല്ലേ? അപ്പൊ ഇത് പറഞ്ഞ പോലെ ഇതും നമുക്ക് പരട്ടിയിട്ട് കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ വെള്ളം നന്നായി ഇതാവും, ഒന്നുകൂടി ടേസ്റ്റ് നന്നായി പിടിച്ച് നിൽക്കും. ഞാനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇത് അരിഞ്ഞ് ഇതാക്കി വെച്ച് കുറച്ചു നേരം അടച്ചു വെച്ച് കഴിഞ്ഞ് ബാക്കിയൊക്കെ ലാസ്റ്റ് ടൈമില്ല പിന്നെ നമ്മൾ അത് ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ശരിയാ. നമുക്കത് നല്ലത്. എങ്ങനെയാ ചേച്ചിക്ക് നന്നായി കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് ഒന്നും അറിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളെ സമയത്ത് അന്ന് യൂട്യൂബും ഇല്ല, തട്ടിക്കൂട്ട് പരിപാടികളാണ്. അമ്മയാണ് എല്ലാം പഠിപ്പിച്ചു തന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അടുക്കളയുടെ വശത്തേക്കേ പോയായിരുന്നില്ല. അതെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ്. പക്ഷെ വിജയിച്ചു, കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഈ ടിപ്പൊന്നും ആരും പറഞ്ഞതല്ല? അല്ല, ഞാൻ യൂട്യൂബുകൾ പിന്നെ നമുക്കിപ്പോ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയപ്പോ നമ്മള് യൂട്യൂബൊക്കെ നോക്കി തുടങ്ങി. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ അത് നമ്മുടേതായ രീതിയിൽ ഒന്നും കൂടി വെറൈറ്റി ആക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാന് പിന്നെ യൂട്യൂബ് ഉള്ള കാരണം പാചകം അറിയില്ലെങ്കിൽ കൂടി നമുക്ക് അതങ്ങനെ പോയി നോക്കി ചെയ്യാൻ പറ്റും. അതെ, ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇവര് എന്നെ അമ്മേനെയും മുഖേഷേനെയും പരീക്ഷിപ്പിക്കാറുണ്ട്. കാരണം കുഴപ്പം രണ്ടുപേരും വലിയ കുഴപ്പമൊന്നും പറയാറില്ല. അതെ, അവരെല്ലാ പരീക്ഷണത്തിലും കൂട്ടു നിൽക്കും. പിന്നെ കുഴപ്പമില്ല. ചേച്ചി ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനിതാ ഇപ്പോ 4.5 വർഷമാണോ. 4.5 വർഷം. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പൊ എന്താണ് ഇങ്ങനൊരു ജനപ്രതിനിധി ആവാം അല്ലെങ്കിൽ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരാം എന്ന് ഒരു പ്രചോദനം ഉണ്ടാവണല്ലോ നമുക്ക് എല്ലാത്തിനും? അതെന്തായിരുന്നു പ്രചോദനം എന്ന് പറയുന്നത്? ഞാൻ തീരെ ഒരു പ്രതീക്ഷിക്കാത്തൊരു മേഖലയാണ്. ഞാനിതിന് മുന്നേ ഓട്ടോമൊബൈലിൽ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു രാവിലെ കുടുംബിനി പോലെ രാവിലെ പോയി വൈകിട്ട് വരും, പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏരിയയിൽ വരുന്ന ആളുകൾക്ക് പറ്റുന്ന സഹായങ്ങൾ, ചിലപ്പോൾ അവർ ഈ ഫോം എഴുതി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കൂടെ പഞ്ചായത്തിൽ പോവുക, വില്ലേജിൽ പോവുക, അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വയസ്സായ ആളുകളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരൊപ്പം ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ചെറിയ ഈ പറഞ്ഞ അമ്മമാരൊക്കെ ഇങ്ങനെ എനിക്ക് നിന്നൂടെ ചെയ്തുകൂടെ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ ഇന്നെ നോക്കാം, ശ്രമിച്ചു നോക്കാം എന്നുള്ളതിൻ്റെ മുകളിൽ നമ്മൾ നിന്നതാണ്. പക്ഷെ അത് എന്തോ കുഴപ്പമില്ലാതെ ഇപ്പം എല്ലാവരും നല്ലൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ എല്ലാവരും നല്ലൊരു പിന്തുണയും, എല്ലാവരും നല്ലൊരു പിന്തുണ, നാട്ടിലെല്ലാവരും നല്ല പിന്തുണയാണ്. അതുപോലെ ഭരണസമിതിയുടെ പിന്തുണ ഉണ്ട്, വീട്ടിലും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും വലുത് വെച്ചാൽ വീട്ടിലെ സപ്പോർട്ടാണ്. വീട്ടിലെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല, നല്ല സപ്പോർട്ടാണ്. ഇവിടെ ഇങ്ങനെ അടുക്കള തോട്ടങ്ങളൊക്കെ ഉണ്ടാ? അമ്മ ചെയ്യും, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ നേരെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ മുന്നേ ഞങ്ങൾക്ക് കുറച്ച് അതിൻ്റെ അപ്പുറത്തൊരു പാടമുണ്ട്, അവിടെ ഞങ്ങൾ വേനൽക്കാലത്ത് വിഷുവിന്റെ സമയത്ത് പച്ചക്കറി നടാറുണ്ട്. ഞാൻ ഏതൊക്കെ പച്ചക്കറികൾ ഉണ്ടാവും? വെള്ളരി, വെണ്ട, തക്കാളി, വഴുതന, വീട്ടിനെ ആവശ്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഈ പാടായതുകൊണ്ട് മോട്ടർ അടിക്കലില്ല, നമ്മൾ വെള്ളം കോരി അങ്ങനെ പരിപാടി. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ നേരം ഇല്ലാത്തതുകൊണ്ട് ഈ കുറച്ച് കാലമായിട്ട് ഇപ്പൊ നിർത്തി വെച്ചേക്കും. അപ്പൊ വീട്ടിലെ മാത്രം ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 ആളും കൂടി വൈകിട്ട് പോയിട്ട് അവിടെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ വീട്ടിലും ഈ വെള്ളരിയും അതുപോലെ തന്നെ തക്കാളിയും അങ്ങനത്തെ ഉണ്ടാവും വെക്കാറുണ്ട്. പരമാവധി വെക്കാൻ നോക്കാറുണ്ട്. അതെ, അപ്പൊ പുറമേന്നുള്ള അധികം കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന നമ്മള് ചെയ്യും. ഈ പഞ്ചായത്തൊക്കെ ഓണം എങ്ങനെയാണ് ആഘോഷിക്കാറ് അവിടെ? പഞ്ചായത്തില് നമ്മുടെ പുറക്കുളം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചെറിയൊരു പഞ്ചായത്താണ്. പഞ്ചായത്ത് ഓഫീസ് അത്ര വലിയ ഓഫീസല്ല, ചെറിയൊരു ഓഫീസാണ്. അപ്പൊ അതിൽ ഉൾക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ വട്ടി പറഞ്ഞ പോലെ ഭരണസമിതിയുടെ അവസാനത്തെ പഞ്ചായത്ത് ഓണാഘോഷം ആയതുകൊണ്ട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് നടത്തണം എന്നാണ്
വിചാരിച്ചിട്ടുള്ളത്. ഓണായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതികൾ വെച്ചിട്ടുണ്ടോ? ഓണത്തിന് പദ്ധതികളൊന്നുമില്ല. നമ്മൾ ഇക്കൊല്ലം ഇപ്പോൾ പദ്ധതികൾ, നമ്മുടെ ഇക്കൊല്ലത്തെ പദ്ധതികൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിയാറായതുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ ജനങ്ങളുടെ ഇപ്പം നമ്മൾ സ്റ്റാൻഡിങ് എന്താ പറയുക, ജനകീയ ആസൂത്രണ ഫോം കഴിഞ്ഞ് അവർക്ക് ഗ്രാമസഭ കഴിഞ്ഞ് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കഴിഞ്ഞു. അങ്ങനെ ഇത് അടുത്ത ദിവസം ഭിന്നശേഷി കുട്ടികളെ കലോത്സവം വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ തോര ഏതാണ്ടൊക്കെ ആയി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിലെ അമ്മ, ഞാൻ, ഹസ്ബൻഡ്. അവിടെ ഇങ്ങനെ ഓണം ഇവിടെ തന്നെയാണ് സദ്യ ഒക്കെ ഉണ്ടാക്കി? എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഇവിടെ സദ്യ ഒക്കെ ഉണ്ടാക്കി പായസമൊക്കെ കുടിച്ചിട്ടാണോ ഓണം ആഘോഷിക്കുന്നത്? അതെ, എന്തായാലും എത്ര തിരക്കുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാറ്. നമുക്ക് എല്ലാ കൊല്ലം ഇവിടെ നാട്ടിലെ ഒരു യുവതാര ക്ലബിന്റെ ഒരു പ്രോഗ്രാം എല്ലാ കൊല്ലം അമ്പലത്തിൽ അവരുടെ വക പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി എല്ലാവരും പോവും. പക്ഷെ അതിന് മുന്നേ എല്ലാവരും ഊണ് കഴിച്ച് ഒരുമിച്ചാണ് ഇറങ്ങാറ്. ഇക്കൊല്ലം ഇപ്പൊ നമ്മൾ ജനപ്രതിനിധി അതിന്റെ ശേഷം ഇപ്പൊ 2-3 കൊല്ലമായിട്ട് നമുക്ക് ഇവിടെ കലശമലയിൽ ഓണം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇക്കൊല്ലം അതും ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടായില്ല. അപ്പൊ ഇത് കഴിഞ്ഞ തിരുവോണത്തിന്റെ അന്നും അവിടത്തിന്റെ ഒന്നാണ് ആ പ്രോഗ്രാം വരുന്നത്. ആ പ്രോഗ്രാമില് ഇവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടിയിട്ട് നടത്തുന്ന പ്രോഗ്രാമാണോ അത്? അത് നമ്മുടെ പഞ്ചായത്ത്, ചൊവ്വന്നൂർ പഞ്ചായത്തും പോർക്കുളം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടിയിട്ടാണ് നടത്തുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ 2 കൊല്ലം നടത്തി. ഇപ്പൊ കഴിഞ്ഞ വട്ടം നമ്മുടെ വയനാട് ദുരന്തം കാരണം നമ്മൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയപ്പോൾ ഒഴിവായതാണ്. ഇക്കൊല്ലം വീണ്ടും നമ്മളെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. 5ഉം 6ഉം ആണ് വരുന്നത്. അപ്പോൾ 2 ദിവസം അവിടെയാണ് ആഘോഷം. നല്ല മണമൊക്കെ വന്നു തുടങ്ങി തോരന്റെ. ചേച്ചിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഭക്ഷണത്തിലധികം പ്രാധാന്യമില്ലാത്ത ആളാണ്. ഇഷ്ടങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ വെച്ച് കൊടുക്കാനാണോ ഇഷ്ടം? വെച്ച് കൊടുക്കാനാണ് ഇഷ്ടം. അതിലിപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് കാബേജ് തോരൻ ഇഷ്ടമായത് കൊണ്ടാണ് തോരൻ എന്ന് പറഞ്ഞപ്പോ ഒന്ന് കാബേജ് ആവാം എന്ന് വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ നോർമലി ഇപ്പം പറഞ്ഞ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ എത്ര ഉണ്ടാക്കുകയാണെങ്കിലും കഴിക്കാൻ ആളുകളുണ്ടെങ്കിലാണ് നമുക്ക് വിഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. എന്നിരുന്നാലും ആൾക്കാർ കുറവാണെങ്കിലും നോർമലി പറഞ്ഞ പോലെ തോരൻ ഉണ്ടാക്കും. പിന്നെ മുകേഷ് ചേട്ടന് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും അവിയൽ നിർബന്ധമാണ്, ഉണ്ടാക്കും. അതുപോലെ എലിശ്ശേരി. പിന്നെ ഞാൻ ബീട്രൂട്ടോട് പച്ചടി ഉണ്ടാക്കാറുണ്ട്. അത് എന്തെങ്കിലും പച്ചടി ഉണ്ടാക്കും. ബീട്രൂട്ട് ആണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കാം. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ? പരീക്ഷണമാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ കൊറോണ സമയത്തായിരുന്നു, ലോക്ക്ഡൌൺ സമയത്തായിരുന്നു പരീക്ഷണങ്ങളുടെ കാലങ്ങൾ ഉണ്ടായിരുന്നത്. കൊറോണ സമയം എല്ലാവർക്കും ഒരു പരീക്ഷണമായിരുന്നു. കേക്കും യൂട്യൂബിൽ കാണുന്ന എല്ലാം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതെ 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 അതെ. പാചകം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് നോക്കാറുണ്ട്. നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചപ്പോഴേ ചിലവര് അതിൻ്റെ കൂടെ ഉഴുന്ന് അതുപോലെ പരിപ്പ് വേവിച്ചിട്ടൊക്കെ വെക്കും. ഇത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ ചില സമയങ്ങളിലൊക്കെ ഉഴുന്നിടാറുണ്ട്. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അങ്ങനെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അഖിലേച്ചി വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അഖിലേച്ചിയുടെ പൊടിക്കൈകൾ ചേർത്ത് ഉണ്ടാക്കിയ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കത് ആദ്യം സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ കാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് ഒരു ജനപ്രതിനിധിയായിട്ടും ഇത്രയേറെ തിരക്കിലും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നതും പിന്നെ ചേച്ചിയുടെ കുറച്ച് നുറുങ്ങ് കൈകളുകൊണ്ട് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റോട് ഇത്രയുടെ സ്വാദോട് കൂടി ഒരു കാബേജ് തോരൻ ഉണ്ടാക്കി തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മുടെ CCTV പ്രേക്ഷകരോടും ജനങ്ങളോടും എന്താണ് ഒരു സന്ദേശമായിട്ട് നൽകാനുള്ളത്? സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ ദേശീയോത്സവം. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഓണം. അത് കുറച്ച് കാലങ്ങളായിട്ട് കൊറോണ പിന്നെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ വയനാട് ദുരന്തം ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ പറ്റാത്ത കുറച്ച് കാലഘട്ടങ്ങളാണ് നമുക്ക് കടന്നു പോയത്.
അപ്പോൾ അത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം, മഴയുടെ സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് എന്താ പറയുക, എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയുന്നത് സന്തോഷിക്കുക, ഉള്ള കാലം സന്തോഷിക്കുക, എല്ലാ കാലങ്ങളും അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു ഇതിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കുടുംബവും അതുപോലെ സൗഹൃദവും എല്ലാം ഒത്തൊരുമിച്ച് കൂട്ടായി തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.